എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റീലിൻ്റെ കമ്പി വെച്ചിട്ട് ജനലൊക്കെ നിർമ്മിച്ച് വീട് പണി നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അവർക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ നമ്മൾ ഈ ജനലിൻ്റെ കമ്പി ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ കമ്പിയുടെ മുകളിൽ നമ്മൾ പടവിൻ്റെ സമയത്ത് നന്നായി ഗ്രീസ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ സമയത്താണ് നമ്മളിതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വരാറുള്ളത്. അതുവരെ എല്ലാ പണികൾക്കും ഇതിൻ്റെ മുകളിൽ ഒരുപാട് പൊടികളും അതുപോലെ സിമൻറ്റ്, തേപ്പിൻ്റെ സമയങ്ങളിലൊക്കെ സിമൻറ്റ് വരാനും ഒരുപാട് പൊടികളൊക്കെ ഇതിൻ്റെ മുകളിൽ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു മാർഗമാണ് ഇതിൻ്റെ മുകളിൽ നന്നായി ഗ്രീസ് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. ഗ്രീസ് തേച്ച് പിടിപ്പിച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഒരു കുട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ചെത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. കുട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഗ്രീസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായി തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് വൃത്തിയാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ആ കമ്പിയുടെ ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളാ വെച്ച ആ സമയത്തുള്ള ആ ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് ആ കമ്പി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഗുണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് തിളങ്ങുന്ന രീതിയിൽ തന്നെ നമുക്കതിൻ്റെ സ്റ്റീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതുതായി വീഡിയോ വെക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ആർക്കെങ്കിലും പുതുതായി വീഡിയോ വെക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അതുപോലെ അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതുമൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. Claro.